ഹലോ, വെൽക്കം ടു പ്രിയ റസ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ റസാഖ്. അപ്പോൾ ഇന്നെന്താ പരിപാടി വെക്കൂ? ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പിലാണ്. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ട്രിപ്പ് ചെയ്യണത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് പേടിയുണ്ട്. ഞാൻ അതിനെക്കാട്ടിലും എനിക്കാണ് കൂടുതൽ പേടി. കാരണം നിങ്ങൾക്ക് അതിലുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാലോ, എനിക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അതെ, അപ്പോൾ നിങ്ങൾ ക്ഷണിക്കണം കാണാൻ. കൂടുതൽ വിശേഷങ്ങൾ ഫോളോ ചെയ്യും. അതെ. ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ അല്ലേ? ഓൺ ദ വേലാണ്. കുഞ്ഞാറ്റയുടെ ബാക്കിൽ ഇരിക്കുന്നു. നീ മുണ്ടല്ലേ, നീ ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അതെ, നമ്മളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ് ആണല്ലോ. നെക്സ്റ്റ് ഫുഡ് കഴിക്കണം. നല്ല വിഷമം. ഞങ്ങൾ എല്ലാവരും ഉറങ്ങി. രാവിലെ നീച്ച് രാവിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോളൊക്കെ കൊടുത്ത് ക്യൂവിലിങ്ങനെ കിടക്കുക. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ സിസ്റ്റം. മഹാരാഷ്ട്ര ഫുള്ള് ടോളും കൊടുത്ത് ഇങ്ങനെ കിടക്കുക, മണിക്കൂറോളം കിടക്കുക. എന്താ അവസ്ഥ? ഇതുകൊണ്ട് കുഞ്ഞാറ്റ കുട്ടിക്ക് എന്താണ്ട്? തക്കുടൂന് എന്താ വേണ്ട? തക്കുടൂന് എന്താ വേണ്ട? തക്കുടൂടെ നോക്കണം. ഹായ് പറഞ്ഞേ. കുഞ്ഞാറ്റയ്ക്ക് അടിപൊളി. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുഞ്ഞാറ്റ ബാക്കി കഴിച്ചു. ഞാൻ കഴിച്ചില്ല. അത് മുന്നേ ബാക്കിയാണ്. മറ്റേ രാഹുൽ കഴിച്ചില്ല. ഞാനും കഴിച്ചിരുന്നു. രാഹുൽ നല്ലൊരു കഴിക്കലുകാരനാണ്. അപ്പൊ നമ്മള് സമയത്ത് എത്തുമോ, അതോ നമ്മള് കൊണ്ടുപോകാതെ പോവോ? സമയത്ത് മിക്കവാറും നമ്മൾ കൊണ്ടുപോകും. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി കഴിച്ചു. അതുകൊണ്ട് അവരങ്ങോട്ടാക്കിയിട്ട് ഞാൻ ലോങ് പാർക്ക് ചെയ്തിട്ട് വരാം. മുതലാളി കപ്പല് വിടല്ലേ, ആള് കയറാനുണ്ട്. അതെ, ഇതാണ് നമുക്ക് പോവാനുള്ള നമ്മുടെ നിയോ ക്ലാസിക് ഇംപീരിയൽ. അങ്ങനെ നമ്മൾ വലത് കാലം വെച്ച് കയറിയിരിക്കുന്നു ഗൈസ്. കുഞ്ഞാ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ്. നമ്മൾ കടലിലേക്ക് പോകാൻ പോവാണ്. കടലിലേക്ക് നമ്മളെല്ലാവരും ഒരു അടിപൊളി ക്രൂയിസ് ജേർണിക്കായിട്ട് ഒരുങ്ങിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റെല്ലാ തിരക്കുകളും ടെൻഷൻസും വർക്കും എല്ലാം മാറ്റി നിർത്തി ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും ചേർന്ന് ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവാണ്. റെഡിയാണോ? നമ്മളെല്ലാവരും പല സാഹചര്യത്തിലും പല സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും
നമ്മൾ എല്ലാവരും ചേർന്ന് കുറച്ച് മണിക്കൂറുകൾ അടിച്ചു പൊളിച്ച് തകർത്ത് ഒരിക്കലും മറക്കാനാവാത്ത നല്ല നല്ല ഓർമ്മകളായിട്ട് വേണം ഇവിടുന്ന് എല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. കടൽ യാത്ര ഫസ്റ്റ് ടൈം പോകുന്നവർക്ക് കൈ പൊക്കാമോ? നമ്മൾ നമ്മുടെ ഡ്രീം ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ എന്റർടൈൻമെന്റ് സെഷൻ അവിടെ മേലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളിങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നേക്കുവാണ്. നമ്മളിങ്ങനെ കൊച്ചി കായലിലൂടെ കടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതെ, വെറും ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു യാത്ര മാത്രമല്ല അല്ലേ? അതെ, നമ്മുടെ മക്കൾക്ക് എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ നമ്മുടെ കണ്ടെയ്നർ നമ്മുടെ രാജ്യത്തേക്ക് എന്തൊക്കെ കയറ്റുമതി ഇറക്കുമതി അതൊക്കെ ഇവിടെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഞാൻ അറിയണത്. രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഒരുപാട് ഐറ്റംസ് ഈ കാണുന്ന DP വേയിൽ വരാറുണ്ട്, പോകാറുണ്ട്. അതില് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ടൈൽസ്, മാർബിൾസ്, ഡ്രസ്, നമുക്ക് കുറെ ഇൻഫർമേഷൻസ് നമുക്ക് ഈ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഭാഗ്യം INS വിക്രമാദിത്യ. അതെ, നമ്മുടെ ഇന്ത്യൻ നേവിയുടെ നട്ടലായ നമ്മുടെ നാവികസേനയുടെ നട്ടലായ INS വിക്രമാദിത്യ. ഈ ഒരു വെക്കേഷൻ തീരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് വരാൻ നോക്കുക. അത്രയും അടിപൊളി ഒരു ജേർണി ആയിരിക്കും. നമ്മൾ കടലിലേക്ക് പോകാൻ പോകണല്ലോ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, കൊച്ചി നമുക്ക് കാണാൻ പറ്റും അല്ലേ? കടലിൽ നിന്ന് കൊച്ചി കാണാന്ന് പറയില്ലേ? കടലല്ല, ആ കടലിലേക്ക് കയറുന്ന കായലിൽ നിന്ന് കൊച്ചിയാണ്. കൊച്ചിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തില് ഇങ്ങനെ നമുക്കൊരു ടൂറിസ്റ്റ് സംഭവം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അകത്ത് ഡാൻസും പാട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ഇഷ്ടംപോലെ തായ്ലൻഡില് കുറെ പേരറിയില്ല, പറയാറിയില്ല, പക്ഷെ കുറെ സ്ഥലത്ത് നമ്മള് ബോട്ടിങ്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാ പുറം രാജ്യത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോട്ട് യാത്ര, ബോട്ടല്ല വെസൽ യാത്ര, ബോട്ടിനും ബോട്ടും അല്ല കപ്പലും അല്ല, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രീമിയം ഒരു എന്താ പറയാ വെസൽ ജേണി ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ള സംഭവം. ക്ലാസിക് ഇംപീരിയൽ വെസൽ, അതാണ് അത് ഞങ്ങൾക്കിപ്പോ സാക്ഷാത്കരിച്ചു. ഞാൻ മലയാളത്തിൽ അത്ര ജ്ഞാനില്ലാത്തതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പുറം കാഴ്ചകൾ. ഇനി ഇഷ്ടംപോലെ കാഴ്ച. ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം. ഞങ്ങള് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മള് മറ്റേ ബൈക്ക് നമ്മുടെ എവിടെ കാലിക്കറ്റ് അത് പോയിട്ടുണ്ട്. പക്ഷെ അത് കാക്കൊന്നും കണ്ടില്ല, അവർക്കെല്ലാം കണ്ണടച്ചിരിക്കുന്നു, അത്രയും പേടിച്ചിട്ട്. ഇതാകുമ്പോ സേഫ് ആണ്, അടിപൊളിയായിട്ട് എല്ലാ കാഴ്ചയും കാണാൻ. ബാക്കിൽ എന്താണ് ആ സംഭവം? ചീനവല അല്ലേ? സെറ്റപ്പ്. അപ്പൊ ഞങ്ങളിപ്പോ വന്നിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഞ്ച് ക്രൂയിസ് എന്ന് പറയാ. ലഞ്ച് ക്രൂയിസിലാണ് വന്നിട്ടുള്ളത്. എന്ത് ഭംഗിയാകെ അതിന്റെ വർക്ക് ചെയ്തിട്ട്. അതിന്റെ മുകളിലാണ് നമ്മുടെ ക്യാപ്റ്റൻ കപ്പലിന്റെ കപ്പിത്താൻ. അപ്പൊ ഗൈസ് നമ്മള് അഴിമുഖം, കടലും കായലും ഒന്നാവുന്ന ഇത് എനിക്ക് പറയാനുള്ളതേ, ഞാൻ പൊന്നാനി ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഉണ്ട്. കടലും കായലും ഒന്നാവണ തെരയുള്ള ഭാഗം തെരഞ്ഞെടുത്ത ഭാഗം അതിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ കടലിൽ കൂടെ പോയിട്ട് കായലിൽ നിന്നും കടലിലും കൂടിയിട്ടുള്ള പോക്കില് ഇത് കണ്ട് ആദ്യമായിട്ട്. ഫസ്റ്റ് നമ്മള് കായലിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മളിതാ കടലിലേക്ക് കടക്കാൻ വേണ്ടിട്ട് പോവാണ്. അതിന്റെ ലാഞ്ചന കാണാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കടലിലേക്ക് പോണത് കേട്ടോ. കടലില് ഞാൻ പോയിട്ടില്ല. എപ്പോഴും നമ്മള് അതാ സ്പീഡ് ബോട്ട് അല്ലേ? കണ്ടില്ല, ആസ്വദിച്ചില്ല, അത് പേടിച്ചിരിക്കല്ലേ? അങ്ങനെയല്ല, എന്നാലും അതൊക്കെ നമുക്ക് കണ്ണെത്തണ ദൂരായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം പോകാന്നാണ് വിചാരിക്കുന്നത് അല്ലേ? നമുക്ക് പോയി നോക്കാം. നമ്മുടെ മോട്ടിലെ ഷോ ഒരു ഷോ അല്ലേ? ഓ, ടൈറ്റാനിക് കളിച്ചാൽ നമുക്ക്. അതെ, ഇവിടെ കയറി തുപ്പി കളിക്കാം. ജാക്കും റോസും എന്താ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. കടലിലേക്ക് എത്തിയവരൊക്കെ ഇളകുന്നുണ്ട്, വേവ്സിൽ ഇങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ. കപ്പലിങ്ങനെ ചെറുതായിട്ട്, കപ്പലിലെ വെസൽ ചെറുതായിട്ട് ഇങ്ങനെ വേവ്സിൽ ഇങ്ങനെ ഇതായി കളിക്കുന്നുണ്ട്. അതെ, സ്റ്റാർട്ട് ചെയ്ത്. അതെ, ബ്രോ കടലിലേക്ക് ഇറങ്ങിയില്ല? നമ്മള് ഇറങ്ങിയില്ലേ?
കടലിലേക്ക് അല്ലെങ്കിൽ ഇറങ്ങി. ഞങ്ങൾ അതെ. വളരെയായിരിക്കും അതെ അതെ അപ്പൊ നമ്മള് അറബിക്കടൽ അതെ ഞങ്ങൾക്ക് അറിയാത്ത നമ്മുടെ ബ്രോനോട് ചോദിച്ചു. അപ്പൊ സെറ്റാണ്, നമ്മൾ അറബിക്കടലിലേക്ക് ഇറങ്ങി ഗൈസ്. ഇറങ്ങി. ഇങ്ങനെ ഗൾഫിൽ പോയാലോ? അതെ, കള്ളം ചേരാന്ന് അല്ല, അങ്ങനെയല്ലേ പറയാ അതെ അല്ലേ? നിങ്ങൾ ആ ദൂരത്ത് കാണും, ദൂരത്തല്ല അടുത്ത് തന്നെയാണ്, എന്നാലും സൂം ചെയ്യാം കുറച്ചുകൂടെ. അതെ. അതാണ് LNG ഗ്യാസ്. നമ്മുടെ ഇനി വീടുകളിലൊക്കെ പൈപ്പ് വഴി വരുന്ന ഗ്യാസ് ഇല്ലേ ഭാവിയിൽ, അതൊക്കെ തിന്നാണ് വരിക. ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറൽ ഇൻഫോർമേറ്റീവ് ജേണി. അതെ അതന്നെയാണ്, സത്യം പറഞ്ഞാൽ തന്നെയാണ്. മോളുടെ ആട്ടം കുറച്ച് ഉണ്ട്, എനിക്ക് ചെറിയൊരു പേടി. ഒരു വഞ്ചി ഏതാ പോണു? വഞ്ചൊക്കെ പോയിക്കോട്ടെ, വഞ്ചി നമുക്ക് എവിടെ വെച്ചിട്ടാ കാല് പോലും കാണാം. നമുക്ക് ഇൻഫോർമേറ്റീവ് കൊടുക്കാം. സ്കിന്നൊക്കെ ടാൻ അടിച്ചൊരു വിധായി. ഇത്ര നേരം കടൽക്കാറ്റ് കൊണ്ടിട്ട് സ്കിന്ന് മാറാന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേട്ടാ. സത്യം ഞാൻ കണ്ണാടി നോക്കി ഞെട്ടിപ്പോയിരുന്ന സ്കിന്നൊക്കെ ഇങ്ങനെയെന്ന്. സമയത്ത് വെച്ചിട്ടാ 12:15. നമ്മളത് അറിഞ്ഞതേ ഇല്ല. അവിടെ നിൽക്കുമ്പോ ചൂടാറില്ല, പക്ഷെ ഞാനിവിടെ മിററിൽ വന്ന് നോക്കിയപ്പോ വേറെ ഫുൾ AC കേട്ടോ ഗീസ്. പുറം ഭാഗമല്ല, ഉൾഭാഗം. എന്തോ പോലെ പോയി സ്കിന്ന്. കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റിയല്ലോ അല്ലേ? ഞാൻ അകത്തേക്ക് പോവാം. അപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ കടലിലേക്ക് എൻട്രി ചെയ്തല്ലോ, അപ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. അരമണിക്കൂർ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, വെയിൽ കൊള്ളാം, ഒക്കെ ചെയ്യാം. വെയിൽ ഭയങ്കരമാണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ സ്കിൻ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് ആലോചിക്കുകയാണത്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. അതെ, ഹായ്. യൂട്യൂബിൽ വരട്ടെ നീ? അതെ, യൂട്യൂബിൽ അതെ 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 എല്ലാവരും കാണട്ടെ. കടലാണ് ഗൈസ്, കടൽ. ഇതുപോലെ തന്നെ AC ഫ്ലോർ ഉണ്ട് നമുക്ക്. ഇത് ഏറ്റവും താഴെയല്ലേ നോക്കൂ, ഏറ്റവും താഴെയല്ലേ ഇത്? ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ DJ ഫ്ലോർ പരിപാടികൾ നമ്മുടെ വെസലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം അല്ലേ? കടൽ നോക്കി ലഞ്ച് കഴിക്കാം. കുഞ്ഞാവേ
കടിക്കോ കൊടുത്തേ അമ്മ കൊടുത്തേ. പിന്നെ ചിക്കൻ കറി കൂട്ടി കഴിക്കണേ. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. നല്ല നാടൻ ചോറ്, അവിയൽ, സാമ്പാർ, മീൻകറി, പപ്പടം, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉള്ള നാടൻ ചോറുണ്ട്. പിന്നെ പൊറോട്ട, അപ്പം, ചിക്കൻ, അങ്ങനെ കുറച്ച് അങ്ങനെ കടലിന്റെ നടുക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഫുഡ് കഴിക്കണു. അപ്പൊ നമ്മുടെ 3 മണിക്കൂർ ജേണി അവസാനിച്ചു. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. അത്ര രസമായിരുന്നു അല്ലേ? നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അതുവരെ കണ്ടത് തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഡാൻസ് കളിക്ക് പറയുന്നു. പക്ഷേ ഞാൻ എനിക്കറിയുന്ന സ്റ്റെപ്പ് കിട്ടും. അതെ അതെ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ പിടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മക്കളെ കയറ്റി വരിക, ഫാമിലി ആയിട്ട് വരിക, കപ്പിൾസിന് വരാം. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാറ്റ? സൂപ്പർ ആയിരുന്നു. ക്ഷീണിച്ചില്ലേ? ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയില്ലേ? നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കാണിച്ചു തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അത് കുഞ്ഞാറ്റയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു കളിക്കുന്ന ഫോണാണ്.